പൊയ്കയിൽ പുതുതാകുമലയിളകട്ടെ ലോകമനുഗതി കൃത്യമാർഗം കാട്ടട്ടെ ആകാശപ്പൊയ്കയിൽ പുതുതാകുമലയിളകട്ടെ ലോകമനുഗതി കൃത്യമാർഗം കാട്ടട്ടെ ദക്ഷിണാദേവിയുടെ തൃപ്പതാകകൾ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു നമ്മൾ. ഒന്ന് പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു. കർഷകരായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നു. അവർ ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന വിളവെടുപ്പെല്ലാം അവർക്ക് തന്നെ ബ്രിട്ടീഷുകാർക്ക് തന്നെ കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയെന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ഒരു നിമിഷമാണ്, നേടിത്തന്ന ദിവസമാണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ന് നമുക്ക് എല്ലാവരും അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് പോലെയുള്ള ഒരുപാട് മഹത് വ്യക്തികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടാതെ അതിൻ്റെ മൂല്യം ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങളാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ള ഈ പിഞ്ചു കുട്ടികളാണ് നാളത്തെ യുവതലമുറയായിട്ട് പോകുന്നത്. നിങ്ങളാണ് ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പം നമ്മുടെ നല്ലൊരു ഐക്യത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് അവർ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് നോക്കിയത്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു രാജ്യമല്ലായിരുന്നു, ചെറിയ ചെറിയ കുഞ്ഞു രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അവരെ ഭിന്നിപ്പിച്ചിട്ടാണ് ഒരു ഐക്യം ഒഴിവാക്കിയതിന് ശേഷമാണ് അവരിവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ നമ്മളൊരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പം നമുക്കിവിടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അവിടുത്തെ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന സമയത്ത് ആരും ഇല്ലാത്തൊരവസ്ഥ, വീടില്ല, ഭാര്യയില്ല, മക്കളില്ല, അമ്മയില്ല, അച്ഛനില്ല, ഇങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് നമ്മുടെ മുന്നിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സാഹചര്യത്തെ അതിജീവിച്ച് നമ്മളെല്ലാവരും കൈമറന്ന് സഹായിച്ചിട്ട് വലിയ രീതിയിലായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യദിന ആഘോഷം കൊണ്ടാടാറ്. നമ്മൾ റാലിയൊക്കെ ആയിട്ട് നല്ല വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം ഒന്ന് ചുരുക്കിയതാണ്. ചെറിയൊരു രീതിയിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യദിനം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ LSS നേടിയ കഴിഞ്ഞ വർഷം LSS നേടിയ കുട്ടികളുണ്ട്. അവർക്കുള്ള ഒരു അനുമോദന ചടങ്ങുണ്ട്. ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് ശേഷം ഇവിടെ നടക്കുന്നത് LSS
നമ്മുടെ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട്, ദേശഭക്തി ഗാനാലാപനം ഉണ്ട്, പ്രസംഗ മത്സരമുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ രക്ഷിതാക്കളും കാണാം. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മളിവിടെ നടത്തുന്നത് അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നാണ്. നമ്മുടെ ആ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളൊരു പരിപാടി നടത്തുന്നത്. അതിനുശേഷം നമുക്ക് 11 മണിയാകുമ്പം നിങ്ങൾക്ക് ഒരു ഒരുമ കൂട്ടായ്മയുടെ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു തൈ വിതരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അസംബ്ലിയിൽ. പ്ലാവിൻ തൈ വിതരണം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന തൈ നിങ്ങളത് ഭിത്തിയിൽ വീട്ടിൽ നട്ടിട്ട് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ആ ഒരു തൈ വിതരണം പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു കാര്യമാണ് നമുക്ക് LSS കുട്ടികൾ LSS നേടുക എന്നുള്ളത്. ആ LSS നേടിയ കുട്ടികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങും അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഡാൻസൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കാം. നിങ്ങൾക്കുള്ള പായസ വിതരണം കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യം നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ മഹാത്മാക്കളെയും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഒരുപാട് ജവഹർലാൽ നെഹ്റു ഒക്കെ സത്യത്തിൻ്റെ പുറത്തു നിന്നാണ് പോരാടിയിട്ടാണ് നമുക്ക് നേടിത്തത്. നമ്മുടെ ഒരു ഐക്യമാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മക്കളെല്ലാവരും ഓർക്കുക. നമുക്ക് ഈ ഒരു പരിപാടി നമ്മുടെ ഫ്ലാഗ് ഉയർത്തൽ കഴിഞ്ഞു. ഇനി നമുക്കുള്ള പരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികളാണ്. നമുക്ക് അപ്പുറത്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഹാളിൽ വെച്ചിട്ട് നടക്കാം ഈ ഒരു പരിപാടി. ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ ഗാനാണ് ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നത്.